ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് AWSൻ്റെ SSM സർവീസിനെ കുറിച്ചാണ്. ആ SSM ഏജൻറ്റ് എല്ലാ OSനും ഇൻസ്റ്റാൾഡ് ആയിരിക്കും ബൈ ഡിഫോൾട്ട്. അപ്പോൾ അതിൻ്റെ സർവീസ് ചില കേസിൽ വർക്ക് ചെയ്യില്ല, എറർ അടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. ഞാനിവിടെ കാണിക്കുന്ന വിൻഡോസിൽ ഉള്ള ഒരു ഇഷ്യൂസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വിൻഡോസ് സെർവറിലാണ്, 2016 അതിൻ്റെ സർവീസിൽ പോയിട്ട് നമുക്ക് ആ SSM ഏജൻറ്റ് റണ്ണിങ് ആണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ അത് അതിൻ്റെ സ്റ്റാറ്റസ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്, പക്ഷേ സ്റ്റാർട്ടിംഗ് അല്ല. ഞാനപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ഒന്ന് കൊടുക്കുകയാണ് മാനുവലി. സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് വർക്കാവില്ല, അത് എറർ അടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSM-Endpointലേക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ AWSൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ അവർ കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്കിപ്പോൾ എനിക്കൊരു എറർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ എറർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് എറർ കിട്ടി, അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ഈവൻ ലോഗിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് പറ്റും. ആ ലോഗ് ചെക്ക് ചെയ്ത് ഞാൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യുവാണ് ഇവിടുന്ന്. അതേപോലെ തന്നെ നമ്മൾ EC2 സർവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ AWS തന്നെ ഒരുപാട് സ്ക്രിപ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പാത്താണിത്. പ്രോഗ്രാം ഫയൽസ് ആമസോൺ EC2 വിൻഡോസ് ലോഞ്ച് മൊഡ്യൂൾസിനകത്ത് ഒരുപാട് സ്ക്രിപ്റ്റ് കിടപ്പുണ്ട്. അതിനകത്തുള്ളൊരു സ്ക്രിപ്റ്റാണ് നമ്മൾ ഫസ്റ്റ് റൺ ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കമാൻഡ് കോപ്പി ചെയ്തിട്ട് പവർ ഷെൽ എടുത്തതിന് ശേഷം നമുക്ക് ആ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ വിൻഡോസ് പവർ ഷെൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്ററിലാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ആ കമാൻഡ് കോപ്പി ചെയ്ത കമാൻഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ അത് അടിച്ച് കഴിയുമ്പോൾ അടുത്ത കമാൻഡ് ആഡ് റൂട്ട്, അതായത് നമ്മുടെ റൂട്ട് ടേബിളിനകത്ത് റൂട്ട് ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് IPs ഉണ്ട്, AWSൻ്റെ തന്നെ ഗേറ്റ്വേസ് ഉണ്ട്. ആ IPs നമുക്ക് ഇതിൻ്റെ സെർവറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആഡ് റൂട്ട് എന്ന് പറഞ്ഞ കമാൻഡും കൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റും ഒരുപാട് IPs ഇതിനകത്തേക്ക് ആഡായിട്ടുണ്ട്, ഗേറ്റ്വേ ആയിട്ട് ആഡായിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ, എൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാനപ്പോൾ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ടെൽനെറ്റും അതിൻ്റെ ആ സ്ട്രിങ് ഒരു എൻഡ് പോയിൻ്റ് ഉണ്ട് SSൻ്റെ, അതിനകത്തേക്ക് കോൾ ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. ഞാൻ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇപ്പോൾ എനിക്ക് SSM ഏജൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനും എല്ലാം പറ്റുന്നുണ്ട്. അപ്പോൾ ആ റൂട്ട് ടേബിളിൽ ഇഷ്യൂ ആയിരുന്നു, അതായത് SSM-Endpointലേക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ SSM റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. ഞാനിപ്പോൾ എൻ്റെ കൺസോളിൽ പോയിട്ട് SSM സർവീസിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്ലീറ്റ് മാനേജറിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ SSM സർവീസും സർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കിവിടെ ഫ്ലീറ്റ് മാനേജറിൽ ആ സർവർ ഓൺലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് SSM സിസ്റ്റം മാനേജറിൽ എനിക്ക് ആ സർവറിനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഏജൻറ്റ് സക്സസ് ആയിട്ട് സ്റ്റാർട്ട് ആയതുകൊണ്ടാണ്. കുറച്ച് ടൈം എടുക്കും അത് അപ്പായിട്ട് വരാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.